ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് ഇതെന്താ എന്തിനാണെന്ന് അറിയാമോ? ബാ കാണിച്ചു തരാം സംഭവം എന്തിനാണെന്ന്. എത്ര ദിവസം കൊണ്ട് ഈ പറമ്പിലെ ചക്ക എന്നെ നോക്കി വാടി റംസി വാടി റംസി എന്ന് വിളിക്കുന്ന അറിയാമോ? നമുക്ക് അനുവാദം ചോദിച്ചളയാം. അപ്പൊ പ്ലാവേ, ഒരുപാട് ദിവസം കൊണ്ട് നിന്റെ പ്ലാവിൽ ചക്ക തിന്നണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതാ കണ്ട മൊത്തവും പഴുത്ത് വിഴുന്നു പോകുന്നു. നീ ഒരു കാര്യം ചെയ്, ഈ ചക്ക എല്ലാം എനിക്കിതാ. തൽക്കാലം ഇന്നത്തേക്ക് എനിക്ക് ഒരു ചക്ക മതി കേട്ടാ. നിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ നിന്റെ പ്ലാവിലെ ചക്ക ഞാൻ എടുക്കുകയാണ്. അരിക്ക ചക്ക. എന്റെ എന്റെ മോനെ, ചക്ക വീഴുന്നു. നോക്കി, ചക്ക വീഴുന്നു, ചക്ക വീഴുന്നു. അങ്ങനെ ഒടുവിൽ എന്റെ പരിശ്രമം വിജയിച്ചു ഗൈസ്, വിജയിച്ചു ഗൈസ്. ഇപ്പൊ മറിഞ്ഞു വീണ് ചക്കന. ചക്ക എടുത്ത് പൊക്കാനുള്ള ആരോഗ്യമൊന്നുമില്ല. അയ്യ, ചക്ക അങ്ങ് പോയിട്ട് കഴിച്ചു തരാം. ഓക്കെ, എന്താ പൊന്നേ, ഒരു ചക്ക അടക്കാൻ പെടുന്ന പാടേ. ഒക്കെയല്ലേ ഒരു രസം, കണ്ടവന്റെ പറമ്പിലെ ചക്ക തിന്നാൻ ആശ. നമുക്ക് പിന്നെ സ്വന്തമായിട്ട് വീടില്ല, മണ്ണില്ല. നല്ലവന്റെ പറമ്പിൽ പോയില്ലേ എടുക്കാൻ പറ്റൂ. ചക്കയ്ക്കാണെങ്കിൽ മുറിഞ്ഞ വെയിറ്റ്. സാധനം ചക്കക്കൂരിന്റെ അത്രേ ഉള്ളെങ്കിലും മുറിഞ്ഞ വെയിറ്റ് ആണ്. അയ്യോ, എന്റെ വീടിനകത്ത് എന്തൊക്കെയാ സംഭവിച്ചു? പാവം ചക്ക ഗൈസ്. ഒരല്പം വൈകിപ്പോയി. നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ ഈ പാടുപെടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്ന. എൻ്റെ കൈയൊക്കെ നോക്കിക്കാണ് മുറിഞ്ഞ് വാരി മരത്തിൻ്റെ മണ്ടയിൽ വലിഞ്ഞു കയറി ചക്ക അടത്ത്. ഇനിയിപ്പോൾ ചക്ക വെട്ടാൻ ഒരാളായി. ഇക്ക വന്ന് ഇക്കായെ കൊണ്ട് ചക്ക വെട്ടിക്കാം. അറഞ്ഞാൻ പുറം തന്നെ വെട്ടിക്കോ. ചതിച്ചു ചക്ക. മൂട്ടിച്ചളയില്ല, മണ്ടേ ചുള്ളുണ്ട്. അപ്പോൾ ഇതാ ചക്കയെല്ലാം വൃത്തിയാക്കി ഇതാ എടുത്തു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാ നോക്കിക്കേ, ഓരോ ചക്കയുടെ വലിപ്പം കണ്ട. സംഭവം കുരു മാത്രമേ ഉള്ളൂ, ചുളയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പോൾ അത് അരപ്പ് എല്ലാം തയ്യാറാക്കി നമ്മൾ ചക്കയിലോട്ട് ഇടുകയാണ് ഗൈസ്. അങ്ങനെ ചക്ക റെഡി.